ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്, ഒരു വെൽനസ് ഓൺട്രപ്രനറാണ്. ഒരു 10 കൊല്ലത്തിലധികം നിങ്ങൾ ഒരു പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ക്രിയാറ്റിൻ ടെസ്റ്റ് ആണ് എടുക്കാറ്. ക്രിയാറ്റിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാറ്റിൻ പെട്ടെന്ന് കൂടുകയില്ല, പെട്ടെന്ന് കുറയുകയുമില്ല. ആദ്യം നമ്മളെ ശരീരത്തിൽ കൂടുന്നത് ബ്ലഡ് യൂറിയാണ്, പിന്നെ യൂറിക് ആസിഡ്, പിന്നെ മൈക്രോ ആൽബുമിൻ, പിന്നെ സിസ്റ്റാറ്റിൻ സി ആൻഡ് EGFR എന്ന് പറയുന്ന 2 ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത് കിഡ്നി ഫിൽട്ടർ ചെയ്തിട്ട് പ്യൂരിഫൈ ചെയ്തിട്ട് വിടുന്ന ഒരു ടൈപ്പ് പ്രോട്ടീൻ ആണ് സിസ്റ്റാറ്റിൻ സി എന്ന് പറയുന്നത്. നോർമൽ കിഡ്നി ഫങ്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ നോർമൽ സിസ്റ്റാറ്റിൻ സി ആയിരിക്കും. പക്ഷെ കിഡ്നി ഫങ്ഷൻസ്, നമ്മളെ നെഫ്രോൺ കോശങ്ങൾ വീക്കായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അമിതമായിട്ട് ശരീരത്തിൽ സിസ്റ്റാറ്റിൻ സി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. 0.6 to 1 mg per deciliter ആണ് സിസ്റ്റാറ്റിൻ സിയുടെ റേഷ്യോ എങ്കിൽ 1 mg കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിസ്റ്റാറ്റിൻ സി കൂടുതലൊന്നാണ്, നിങ്ങളെ കിഡ്നി നെഫ്രോൺ കോശങ്ങൾ ശരിക്കും പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ്. രണ്ടാമത്തെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് EGFR എന്ന് പറയും. ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, നമ്മളെ കിഡ്നിയുടെ ഫിൽട്രേഷൻ റേറ്റ് ആണ്, ഫിൽട്രേഷൻ കപ്പാസിറ്റി മനസ്സിലാക്കാനുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ്. GFR 90 അബവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ 90% നിങ്ങൾ കിഡ്നി ഫങ്ഷൻ ചെയ്യുന്നു എന്നുള്ളതാണ്. GFR 70 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കിഡ്നി 70% ഫങ്ഷൻ ചെയ്യുന്നു, 30% നിങ്ങളെ കിഡ്നി വീക്കായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഒരു കാര്യം മനസ്സിലാക്കുക, GFR 90യുടെ മുകളിലും സിസ്റ്റാറ്റിൻ സി 0.65 0.7 റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 കൊല്ലത്തിൽ കൂടുതൽ നിങ്ങൾ പ്രമേഹമുള്ള വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യം നിങ്ങൾക്ക് സേഫ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 10 കൊല്ലത്തിൽ കൂടുതൽ പ്രമേഹ രോഗിയാണെന്നുണ്ടെങ്കിൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ സിസ്റ്റാറ്റിൻ സിയും EGFR പരിശോധിക്കുന്നത് നന്നായിരിക്കും, നിങ്ങളുടെ കിഡ്നിയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി.